ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്നായ വണ്ടലൂർ സൂയിലാണ് ഇന്ന് ഞാനുള്ളത്. മൃഗങ്ങളെയെല്ലാം ഇതുപോലെ തൊട്ടടുത്ത് കാണാനും ആസ്വദിക്കാനും മാത്രമല്ല, സിംഹത്തിനെ തൊട്ടടുത്ത് കാണാൻ വേണ്ടിയുള്ള ലയൺ സഫാരി വരെ ഇവിടെയുണ്ട്. സിംഹം, വെള്ളക്കടുവ, ബംഗാൾ ടൈഗർ തുടങ്ങി പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളും വരെ ഇവിടെയുണ്ട്. ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെന്നൈ നഗരത്തിൽ നിന്നും ഏകദേശം 31 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന അരിക്നർ അണ്ണ സൂളോജിക്കൽ പാർക്കിലാണ് വണ്ടലൂർ സൂ സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിലെ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ്. പാർക്കിനുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു ഈ വാട്ടർഫോളില് ഭയങ്കര രസമാണ് കാണാൻ. എൻട്രി ഫീസ് 200 രൂപ ഒരാൾക്കും 50 രൂപ കുട്ടികൾക്കും കൊടുത്താണ് ഇതിനുള്ളിലേക്ക് കയറുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ലയൺ സഫാരിക്കാണ് പോയത്. ലയൺ സഫാരിക്ക് എൻട്രി ഫീസ് 150 രൂപയാണ്, കുട്ടികൾക്ക് 30 രൂപയുമാണ്. പോകുന്ന വഴി ഒരുപാട് മാനുകളെ കാണാം. ഏകദേശം 1 അവർ ക്യൂ ഉണ്ടാകും. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് നമുക്ക് ബസ്സിൽ കയറാനുള്ള സീറ്റ് കിട്ടിയത്. ഗായ്സ്, സൂവിനുള്ളിൽ തന്നെ ഒരുപാട് ദൂരോട്ടായിട്ടാണ് ഈ ഒരു ലയൺ സഫാരി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ലയണ് പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ. ഒരു ഭാഗം തുറന്ന് അടച്ചതിന് ശേഷമേ അടുത്ത ഭാഗം തുറക്കുള്ളൂ. ലയണിനെ അടുത്ത് കാണാവുന്ന മോഹമായിട്ടായിരുന്നു നമ്മൾ പോയത്. പക്ഷേങ്കിൽ എന്തോ ഒരു സാഹചര്യം കൊണ്ട് ലയണ് പുറത്തോട്ട് ഇറങ്ങിയില്ല. ഉണ്ടായിരുന്ന ലയണ് എല്ലാത്തിനും എന്തോ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. ഒന്നും നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. ലയൺ സഫാരിക്ക് ശേഷം ഞങ്ങളൊരു ബാറ്ററി വണ്ടി എടുത്തിട്ടാണ് ഈ മൃഗങ്ങളെ മുഴുവൻ കാണാൻ പോകുന്നത്. ഇത്രയും വലിയൊരു സൂവിൽ നടന്ന് മുഴുവൻ കാണാന്നുള്ളത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴേ എല്ലാ ഭാഗങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കറങ്ങിയിട്ടുള്ളൂ. അത് നടന്നുകൊണ്ടായിരുന്നു ഫുള്ള് ക്ഷീണം പിടിച്ചിട്ട്. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചെന്നറിയാവോ ഗൈസ്? ഏട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് ഡ്രൈവർ പറയാതെ ഒരൊറ്റ എടുക്കലായിരുന്നു. ഏട്ടൻ ഓടി കയറുകയാണ് ചെയ്തത്. ഗൈസ്, അവിടെ സിംഹവാലൻ കുരങ്ങനുണ്ട്. വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നത് കൊണ്ട് അധികം സൂം ചെയ്യാൻ പറ്റിയില്ല. ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇതുപോലെ വണ്ടിയിൽ സ്പീഡിൽ കാണിച്ചു തരികയുള്ളൂ. പിന്നെ വലിയ വലിയ മൃഗങ്ങളുടെ അടുക്ക് എത്തുമ്പോഴാണ് വണ്ടി നിൽക്കുന്നത്. ഗൈസ്, ഇവിടെ മാനുകൾ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മാനിനെ കാണാം. കുറച്ചു മുന്നേ ചായക്കടയിൽ ഉണ്ടായിരുന്നു 2 എണ്ണം. ഇങ്ങനെ മാനിനെ കണ്ടുകൊണ്ടിരിക്കുമ്പം സൂവിനെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ സൂയെ കുറിച്ച് പറയാനാണെങ്കിൽ 1855 തുടങ്ങിയ ഈ മൃഗശാല ഇന്ത്യയിലെ ആദ്യത്തെ പൊതു മൃഗശാലയാണ്. അതുപോലെ തന്നെ 1490 ഏക്കറാണ് ഇതിന്റെ വിസ്തീർണം. അതുകൊണ്ട് തന്നെ ഗായ്സ്, ഇവിടെ നടന്നുകൊണ്ട് ചുറ്റിക്കറങ്ങുക എന്നുള്ളത് ഭയങ്കര വലിയൊരു ടാസ്ക് ആണ്. ഈ ഒരു ഭാഗത്ത് ബേർഡ്സുകളും അതുപോലെ തന്നെ അണ്ണാനും ഒക്കെയാണുള്ളത്. ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എവിടെ നോക്കിയാലും മാനുകളാണ്. ഗൈസ്, ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എൻട്രി ഫീസ് 200 രൂപ കൊടുത്തിട്ടാണ്, ഒരാൾക്ക് 200 രൂപ കൊടുത്തിട്ടാണ് ഇവിടെ കയറിയത്. കുട്ടികൾക്ക് 50 രൂപയും. അതുപോലെ തന്നെ ലയൺ സഫാരിക്ക് 150 രൂപ മുതിർന്നവർക്കും 30 രൂപ കുട്ടികൾക്കും. പിന്നെ ബാറ്ററി വണ്ടിക്കാണെങ്കിലും അതുപോലെ തന്നെ 150 രൂപ മുതിർന്നവർക്കും 50 രൂപ കുട്ടികൾക്കും. അതുപോലെ തന്നെ ക്യാമറക്ക് 350 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപയും. പിന്നെ ആകെ ഒരു ടിക്കറ്റ് റേറ്റ് കുറവ് എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകൾക്കാണ്. അതിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും 20 രൂപയുള്ളൂ. പിന്നെ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ പ്രവേശനം ഉണ്ട്. പിന്നെ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ വേറെ റേറ്റ് ഉണ്ട്. ഗൈസ്, ഇതാണ് ഇന്ത്യൻ ബൈസൺ, അതായത് കാട്ടുപോത്ത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കാട്ടുപോത്താണ് ഇന്ത്യൻ ബൈസൺ. അടുത്തതായി നമ്മൾ ലയണിനെ കാണാനാണ് പോകുന്നത്. സൂം ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാനേ ഇവിടെ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു സ്ഥലത്താണ് ഈ ഒരു സിംഹം താമസിക്കുന്നത്. നമുക്ക് സൂം ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിന് താഴെ വെള്ളമാണ്. ലയണിന് വിശ്രമിക്കാനും അതുപോലെ തന്നെ നടന്ന് കളിക്കാനുള്ള വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെയുള്ളത്. കുറച്ച് സമയം ലയണിന്റെ ഈ ഗുർ സൗണ്ടൊക്കെ കേട്ട് കുറച്ച് കളിയൊക്കെ കണ്ടതിന് ശേഷം അടുത്തതായി ഞങ്ങൾ പോയത് ടൈഗറിന്റെ അടുത്താണ്. സത്യം പറഞ്ഞാൽ ഈ ടൈഗറിനെ കാണാൻ വരെ പറ്റിയില്ല. അതിനെ വാല് മാത്രം ഞാൻ സൂം ചെയ്തെടുത്തിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ആട്ടി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ടൈഗർ ആണെന്ന് നമുക്ക് പറയാം. വ്യത്യസ്ത തരം ടൈഗറിന്റെ ഒരു ബോർഡ് ഇവിടെയുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ജീവിക്കും ഒരുപാട് വലിയൊരു ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അത് മാനാവട്ടെ, പുലിയാവട്ടെ, സിംഹമാവട്ടെ, അതിനൊക്കെ വ്യത്യസ്തമായി ഒരു കാട് പോലെ നടന്ന് കളിക്കാനുള്ള ഒരു ഏരിയ തന്നെ ഇവർക്കുണ്ട്. ആ കാണുന്നത് കരടിയാണ് കേട്ടോ. അടുത്തതായി ഞങ്ങൾ വെള്ളക്കടുവയുടെ അടുത്താണ് പോയത്. ഇവിടെ 2 കടുവകളാണ് ഉള്ളത്. കടുവകളുടെ കളി കാണാനാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ നിന്നിട്ടുള്ളത്. കടുവ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കും, കുറച്ച് സമയം കഴിഞ്ഞാൽ കരയിലേക്ക് പോകും, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഗൈസ്, ഇവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. 2 വെള്ളക്കടുവയാണ് ഇവിടെയുള്ളത്. സാധാരണ കടുവയുടെ രൂപമാണെങ്കിലും കറുത്ത വരകളോട് കൂടിയതും വെളുത്ത രോമവും അതുപോലെ തന്നെ നീല കണ്ണുകളുമാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണ ആൺകടുവയ്ക്ക് തോളറ്റം വരെ 90 മുതൽ 110 സെന്റിമീറ്റർ ഉയരവും 220 കിലോ ഭാരവും
കടുവകൾക്ക് ഏകദേശം 140 കിലോയോളം ഭാരവും ഉണ്ടാവും. വാൽ ഏകദേശം 95-110 സെന്റിമീറ്റർ വരെ നീളമുണ്ടാവും. ഗൈസ്, ഇവിടെ രണ്ടുപേരും കൂടിയുള്ള റൊമാൻറ്റിക് പെർഫോമൻസ് കാണാനാണ് ഇവിടെ ആൾക്കാർ മൊത്തം കൂടിയിരിക്കുന്നത്. ഗൈസ്, ഇതാണ് ഏഷ്യൻ കാട്ടുകഴുത. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മൃഗങ്ങളിൽ ഒന്നാണിത്. മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ ദൂരത്തിൽ ഇവയ്ക്ക് ഓടാൻ സാധിക്കും. ഏകദേശം 25 സെന്റിമീറ്റർ നീളമുള്ള ചെവികളാണ് ഇവയ്ക്കുള്ളത്. ഇവിടെയാകട്ടെ പലതരത്തിലുള്ള ആമകളാണുള്ളത്. പാറക്കഷ്ണം പൊട്ടിച്ചു വെച്ചതുപോലെ പല രീതിയിലുള്ള ആമകൾ ഇവിടെയുണ്ട്. ഗൈസ്, ഇത് കണ്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഒരു ആമയാണിത്. ഗൈസ്, ഇവയാണ് മഞ്ഞക്കൊക്കൻ അഥവാ പെയിന്റഡ് സ്റ്റോക്ക്. വർണ്ണക്കൊക്ക്, ചായം പൂശിയ കൊക്ക് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. വലിയൊരു കൂടിനുള്ളിലാണ് ഇവ കഴിയുന്നത്. തടാകവും അതുപോലെ തന്നെ പാറിക്കളിക്കാൻ സ്ഥലങ്ങളും മരങ്ങളുമൊക്കെയുള്ള ഒരു വലിയൊരു കൂട്. അടുത്തതായി പോകുന്നത് പാമ്പുകളുടെ വീട്ടിലേക്കാണ്. ഇവിടെ പലതരത്തിലുള്ള വ്യത്യസ്തമായ പാമ്പുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് അറിയില്ലെങ്കിലും ഒരുപാട് തരത്തിലുള്ള പാമ്പുകൾ കൂടുകളിലായും മാളങ്ങളിലായും അതുപോലെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. പാമ്പുകളോട് ഏറെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കുറേ പാമ്പുകളുണ്ടെങ്കിലും ഇതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. എല്ലാവരും നല്ല ഉറക്കമൊക്കെ ആയതുകൊണ്ട് കളികളൊക്കെ കുറച്ച് കുറവായിരുന്നു. ഗൈസ്, നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന സമയം നോക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴേ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഭാഗ്യത്തിന് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയം നോക്കി പോയത് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇഗ്വാന ഒരു സസ്യബുക്കാണെന്ന് നിങ്ങൾക്കറിയാലോ. ഗ്രീൻ ഇഗ്വാന മാത്രമല്ല, ചുവന്ന ഇഗ്വാനകളും ഇവിടെയുണ്ട്. അടുത്തതായി നമ്മൾ പോയത് മുതലക്കുട്ടന്മാരെ കാണാനാണ്. എൻ്റെ അമ്മോ, മുതലകളെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. എത്ര മുതലകളാണ് കണ്ടില്ലേ, വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുന്നത് പോലെ ഓരോന്നും കിടക്കുന്നത്. ഈ ഒരു ടൈപ്പിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ ഗായ്സ്, തുണി വിരിച്ചിട്ടിരിക്കുന്ന പോലെയുള്ളത്. ഒന്നും രണ്ടും ഒന്നുമല്ല, ഇവിടെ നിറയെ മുതലകളാണ്. പിന്നെ ഈ ഒരു കൂടിനകത്ത് എൻ്റെ അമ്മോ, എന്ത് വലിയ സൈസ് സാധനമാണ്. ഒപ്പരം ഒരാമയും. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കേട്ടോ, വലുതാണ്. ഈ ഒരു ഏരിയ മുഴുവനും കാട്ടുപന്നിയുടെ ഏരിയ ആണ്. അടുത്തതായത് ആനകളുടെ ഒരു സ്ഥലമാണ്. 100x സൂം ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത്രയും ദൂരെയാണുള്ളത്. ഗൈസ്, ഇവയാണ് ഇന്ത്യൻ റൈനോസറസ്. ഒറ്റക്കൊമ്പുകളാണ് ഇവയുടെ പ്രത്യേകതയെങ്കിലും ഇവയുടെ കൊമ്പ് ഇപ്പോൾ കാണാനില്ല. മുറിച്ചു മാറ്റിയതാണോ പൊട്ടിപ്പോയതാണോ എന്നറിയില്ല. ഏകദേശം 3000 കിലോഗ്രാം ഭാരമുള്ള ഇവയ്ക്ക് 7 അടി വരെ ഉയരമുണ്ട്. നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും ഘ്രാണശക്തിയും ഇവയ്ക്കുണ്ട്. ജനിച്ച് 1 വർഷത്തിന് ശേഷമാണ് ഇവയ്ക്ക് കൊമ്പുണ്ടാകുന്നത്. ആണിനും പെണ്ണിനും കൊമ്പുണ്ടാകും.
സസ്യബുക്കുകളായ ഇവയ്ക്ക് ഇഷ്ടഭക്ഷണം പുല്ല്, പഴങ്ങൾ, ഇലകൾ, ജലസസ്യങ്ങൾ എന്നിവയാണ്. ഞങ്ങൾ പോയത് ഫീഡ് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നത് കാണാൻ പറ്റി. ഏരിയ മുഴുവൻ ജിറാഫിന്റെ ഏരിയ ആണ്. ഇതും അണ്ടർഡക്സിലാണ് ഞാൻ സൂം ചെയ്തിരിക്കുന്നത്. ദൂരെയായിരുന്നു. അടുത്തതായി ഞങ്ങൾ പോയത് നോക്ടേണൽ ആനിമൽ ഹൗസിലേക്കാണ്. അതായത് ഇരുട്ടത്ത് ജീവിക്കുന്ന ജീവികളുള്ള സ്ഥലം. ഒരു ഗുഹ പോലെയുള്ള ഉള്ളിലാണ് ഈ ഒരു സ്ഥലം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ ഇരുടാണ്. ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചില മൃഗങ്ങളെയൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. എന്നാലും ഒരുവിധം എല്ലാത്തിനെയും കാണാൻ പറ്റി. സ്മോൾ ഇന്ത്യൻ സിവറ്റ്, ജംഗിൾ കാറ്റ്, ഗ്രേ സ്ലെൻഡർ ലോറിസ്, ഔള്, മുള്ളൻ പന്നി തുടങ്ങിയ ഇനങ്ങളിൽ പെട്ടവയാണ് ഇവിടെയുള്ളത്. ഏകദേശം എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റിയെങ്കിലും എവിടെയൊക്കെയോ നമുക്ക് മിസ്സായിപ്പോയി. വ്യത്യസ്തമാർന്ന പല തരത്തിലുള്ള ആനിമൽസും ബേർഡ്സും അതുപോലെ തന്നെ ഉരകങ്ങളും എല്ലാം ഇവിടെയുണ്ട്. വണ്ടലൂർ സൂയിൽ നിങ്ങൾ എന്തായാലും ഒരു തവണ വരണം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അരിക്നർ അണ്ണാ സുവോളജിക്കൽ പാർക്കിലാണ് വണ്ടലൂർ സൂ സ്ഥിതി ചെയ്യുന്നത്. ദേ കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാൽ 3 പേരെയും കാണാം. ചൊവ്വാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുറന്നിരിക്കും. കുട്ടികൾക്കൊക്കെ ഏറെ സന്തോഷം പകരുന്ന ഒരു യാത്ര തന്നെയായിരിക്കും ഇത്. നിങ്ങളും തീർച്ചയായിട്ടും ഈ വണ്ടലൂർ സൂവിൽ വരണം. വരുമ്പോൾ നിങ്ങൾ ബാറ്ററി വണ്ടി ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നടത്തം ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും, ക്ഷീണം പിടിക്കും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബാറ്ററി വണ്ടിയിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.